നമസ്കാരം. ആരെയും എന്തും പറയുവാനുള്ള ലൈസൻസ് കിട്ടിയ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എം എം മണി. ആരെയും എപ്പോഴും എന്തും എങ്ങനെയും പറയും. ഇത്രയും വിവരം കെട്ട വൃത്തികെട്ട ഒരുത്തനെ MLA ആക്കിയതിൽ ചിലപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾ സഹതപിക്കുന്നുണ്ടാകും. ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഇടുക്കി സിറ്റിംഗ് MP ആയിട്ടുള്ള UDFൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറഞ്ഞ ഒരു അധിക്ഷേപം. ആ അധിക്ഷേപം ഈ CPMൻ്റെ നേതാവായിട്ടുള്ള എം എം മണി നടത്തുകയുണ്ടായി. ഡീനിനെ കുറിച്ച് പറഞ്ഞത് ഡീൻ ഷണ്ടനാണ് എന്നും പൗഡറും പൂശി നടക്കുന്ന ഒരു മിടുക്കനാണെന്നൊക്കെയാണ് മണിയുടെ അധിക്ഷേപമെന്ന് പറയപ്പെടുന്നത്. നെടുങ്കണ്ടത്ത് തൂക്കുപാലത്തിൽ നടന്ന അനീഷ് രാജ് രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദിയിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ പറഞ്ഞത്. ഇപ്പം ദേഹവും പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഡീൻ. ശബ്ദിച്ചോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചോ ഈ കേരളത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദിച്ചോ, പ്രസംഗിച്ചോ, എന്തു ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡറും പൂശി, ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശി പടവുമെടുത്ത് ഇങ്ങനെ ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ ഒരു ഷണ്ണൻ. ഇങ്ങനെയായിരുന്നു ഈ മണിയുടെ ജൽപ്പനങ്ങൾ. ഷണ്ണന്മാരെയാണ് ഏൽപ്പിക്കുന്നത്. ഏൽപ്പിച്ചോ, കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ അനുഭവിച്ചോ. ഇനിയും വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാം, ഒലത്താം എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ വാക്കുകൾ അല്ല കേട്ടോ, ഇത് എം എം മണിയുടെ വാക്കുകളാണ്. നന്നായി ഒലത്തിക്കോ, നന്നാക്കും. ഇപ്പം കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല. നീതിബോധമുള്ളവരാണേ. അതാ മണിയുടെ അധിക്ഷേപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പറയാൻ കഴിയുന്നതിലപ്പുറം പറയാൻ പറ്റുന്ന ഇത്തരത്തിൽ വൃത്തികെട്ട ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിന് ചേർന്ന മുഖമേ അല്ല. ഇങ്ങനെ ആൾക്കാരെ ഇപ്പോൾ ഇടുക്കിയിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെന്ത് കാര്യമെന്ന് ചോദിച്ചാൽ, ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല, പെമ്പിള്ള ഒരുമയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ സ്ത്രീകൾ നടത്തിയ ഒരു സമരമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ആ സമരം നടത്തിയ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം ഉന്നയിച്ച മഹാനാണ് ഈ എം എം മണി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. അവർക്കവിടെ മറ്റേ പണിയാ എന്ന് പറഞ്ഞ ഈ എം എം മണി അന്നേ അവിടുത്തെ ജനങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വീണ്ടും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ സംസാരിക്കുവാനും അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു വൃത്തികെട്ടവനെ വീണ്ടും അവിടെ MLA ആയി തിരഞ്ഞെടുക്കേണ്ടി വന്നൊരു സാഹചര്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിപ്പോയി എന്ന് ഇപ്പോൾ ചിലപ്പോൾ ജനങ്ങൾ സഹതപിക്കുന്നുണ്ടായിരിക്കും. പിന്നെ എം എം മണിയെപ്പോലൊരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇതിൽ കൂടിയതൊന്നും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം എം എം മണി ഇതാണ്. എന്തെങ്കിലും ഒരു കാര്യം മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ചാൽ ഞാനൊരു സാധാരണക്കാരനാണ്, നാട്ടുംപുറത്തുകാരുടെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ്. നാട്ടുംപുറത്തുകാരെ കൂടി പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ ഒരു ജന്മമാണ് എം എം മണി എന്ന് അതിലൂടെ തന്നെ പറയേണ്ടി വരും. നാട്ടുംപുറത്തുകാരൊക്കെ ഇങ്ങനെ ഇയാളെപ്പോലെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അശ്ലീല പദപ്രയോഗങ്ങളും തെറിയും വിളിച്ച് നടക്കുകയല്ല എന്ന് പറയേണ്ടി വരും. മറ്റുള്ളവനെ ഈ തരത്തിൽ ഷണ്ണനെന്നും മറ്റേ പണിക്കാണ് പോകുന്നത് എന്നടക്കമുള്ള ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും അവിടുത്തെ സാധാരണക്കാർ ഉപയോഗിക്കാറ് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരുടെ ന്യായവാദങ്ങളൊക്കെ വച്ച് എം എം മണി അവരുടെ ലേബലിൽ മുന്നോട്ട് പോകണ്ട. പകരം നിങ്ങളുടെ വിവരക്കേട് നിങ്ങളുടേത് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുക. മാത്രമല്ല, നിങ്ങളെ ഇങ്ങനെ അധികാര സ്ഥാനത്തിൽ ഇപ്പോഴും നിർത്തിയിരിക്കുന്ന ജനങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുന്ന നിങ്ങളുടെ പാർട്ടിയും പാർട്ടി നേതാവും ഉണ്ടല്ലോ, CPMൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിട്ടുള്ള പിണറായി വിജയനും, അവർക്ക് മുമ്പിലൊക്കെ നിങ്ങളുടെ ഈ പദപ്രയോഗങ്ങളൊക്കെ നന്നായി അവർ ചിലപ്പോൾ രസിക്കുന്നുണ്ടാകും. കാരണം അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ജനങ്ങളെ തെറി വിളിക്കുന്നവരെ, അധിക്ഷേപിക്കുന്നവരെയൊക്കെ അവരിഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എപ്പോഴും പാർട്ടിയിൽ വച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു സിറ്റിംഗ് MLA എം എം മണിയെപ്പോലൊരാളെ ഇന്നും ആ പദവിയിൽ വച്ചേക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ജനങ്ങളോട് ഒരു തരത്തിലുമുള്ള കമ്മിറ്റ്മെൻറ്റ് ആ പാർട്ടിക്കോ ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾക്കോ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇത്രയും വൃത്തികെട്ട ഒരു വ്യക്തിത്വത്തിനെ ഇടുക്കി പോലൊരു ജില്ലയിൽ വച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളുമാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ഇനിയെങ്കിലും ജനം തിരിച്ചറിയും, വരും തിരഞ്ഞെടുപ്പുകളിൽ ഇതുപോലൊരു വൃത്തികെട്ടവൻ അവരുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തേണ്ടതുണ്ടോ എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുക്കും. അതുകൊണ്ട്
എം എം മണിയുടെ പുലഭ്യം പറച്ചിൽ ഇതോടുകൂടി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.